ഹായ് ലതൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഹോട്ടൽ പ്രശാന്തിൽ നടത്തുന്ന ഒരു ഗെയിം ആൻഡ് ആക്ടിവിറ്റി വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണ് വീഡിയോ ആണിത്. ഏർലി മോർണിംഗിൽ നമ്മൾ ട്രാവൽ ആരംഭിച്ചു. 10 o'clock സംതിങ്ങിന് നമ്മൾ അവിടെ റീച്ച് ചെയ്തു. അപ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഈ ഒരു ഗെയിം ആൻഡ് ആക്ടിവിറ്റി വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അപ്ഡേഷൻ ഇല്ലാതെ ഒരു ഫീൽഡിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്വയബോധമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലേക്കും നമ്മൾ കുട്ടികളുമായിട്ട് കൈകാര്യം ചെയ്യേണ്ട രീതികൾ ഒത്തിരി അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തുന്നതുപോലെ കഥയും കവിതയും പാട്ടും ബൈബിളും വാക്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ചധികം മോഡിഫിക്കേഷൻസ് ഇന്നത്തെ കാലയളവിൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷിച്ചനും ലൂതറൻ സ്പേസ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് ഒരു ലീഡേഴ്സ് വർക്ക്ഷോപ്പ് ഫോർ ഗെയിം ആൻഡ് ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു എന്ന് അറിഞ്ഞതും അച്ഛനെ കോൺടാക്ട് ചെയ്ത വഴിയാണ് നമുക്ക് ഈ ഒരു വെന്യൂ ആക്സസ് ചെയ്യാൻ സാധിച്ചത്. ഇതൊരു ടോട്ടലി ഒരു സ്ട്രെയിൻ ട്രൂപ്പാണെന്ന് എനിക്ക് ആദ്യമേ തന്നെ അറിയാം. ആകെ അറിയാവുന്നത് നമ്മുടെ സന്തോഷിച്ചനെയും രഞ്ജു അച്ഛനെയും മാത്രമാണ്. അത് സാർ ഫുള്ളി ഒരു ന്യൂ ഫേസ് ആയിരുന്നു എല്ലാവരും തന്നെ. അപ്പം ഈ ഗെയിം ആൻഡ് ആക്ടിവിറ്റി വർക്ക്ഷോപ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ ഏതൊക്കെ ഗെയിംസ് എങ്ങനെയൊക്കെ അവരിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്നും ഏതൊക്കെ റിസൾട്ട്സിനാണ് അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അവരിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നൊരു ആക്ടിവിറ്റി വർക്ക്ഷോപ്പായിരുന്നു ഇത്. കുഞ്ഞുങ്ങളിടയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അത് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അവരിൽ വളരെ പ്രിസൈസായിട്ട് എത്തിക്കുക. ആ പ്രിസൈസായിട്ട് എത്തിക്കുന്ന കാര്യങ്ങൾ വെറും അഡ്വൈസായിട്ട് മാറാതെ ഈ കുട്ടികളെയും കൂടെ എൻകറേജ് ചെയ്ത് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്കൊരു ലൈവ് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ മാത്രമേ അത് കുട്ടികളിൽ അത് ഒരു റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വളരെ ക്ലിയർ ആണ് നമുക്ക്. അപ്പം അതിനൊക്കെ പറ്റിയ മോർ ദാൻ 50 ഗെയിംസും അതുപോലെ ഐസ് ബ്രേക്കേഴ്സ്, അതുപോലെ എനർജൈസേഴ്സ് ഒക്കെയാണ് ഈ ഗെയിം ആൻഡ് ആക്ടിവിറ്റി വർക്ക്ഷോപ്പിൻ്റെ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ എത്രത്തോളം കുഞ്ഞുങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നദാൻകുട്ടനായിരുന്നു. അടുത്തത് നദാൻ ഓടിച്ചെന്തൊരു പേര് പറ. രാഷ്ട്രീയ ആയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ വളരെ പുറകിലായിരുന്നു. നമ്മളൊരാളോട് കോണ്ടാക്ട് ചെയ്താൽ പോലും കറക്റ്റായിട്ട് നമുക്കതൊന്നും ആരും പറഞ്ഞു തന്നെ. ഇതൊക്കെ റിസോഴ്സ് കൂടുതൽ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു എലൈറ്റ് ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ എലൈറ്റ് ഗ്രൂപ്പ് ഒരിക്കൽ പോലും ഇത് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരില്ല. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ വന്നത്. കാരണം അവർക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ വരെ, കാരണം ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ അവരത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അതിൻ്റെ വരുംവരായികളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല നമുക്ക് ഓരോ ഗെയിമിൻ്റെ പേര് അതെങ്ങനെ കാണിക്കണം, അതിൽ നമ്മൾ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ മോഡിഫിക്കേഷൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ നമുക്ക് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ 10 പേരുടെ ഐഡിയാസ് കൂടുമ്പോൾ നമുക്ക് 10 അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് പുതിയത് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വെന്യൂവായിട്ടാണ് എനിക്ക് ഈ ലൂതറൻ സ്പേസിൻ്റെ ഈ ഗെയിം ആൻഡ് ആക്ടിവിറ്റി വർക്ക്ഷോപ്പ് എനിക്ക് തോന്നിയത്. VBS, VBS, സമ്മർ ക്യാമ്പ്, ഇതിലൊക്കെ നമ്മുടെ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു അൺലിമിറ്റഡ് പാക്കേജാണ് ശരിക്കും ഈ ലൂതറൻ സ്പേസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ശരിക്കും ഞാൻ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ആവശ്യമുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. Thank you.
ദിവസം ഈ ഒരു ആക്ടിവിറ്റി ഗെയിം വർക്ക്ഷോപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. അത്രയ്ക്ക് വേർത്തായിരുന്നു. കാരണം നമ്മുടെ ലൈഫ് ലോങ് ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ ഐഡിയാസോ കാര്യങ്ങളോ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, പല ഏജ് ഗ്രൂപ്പിലുള്ള, പല മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, പല പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഐഡിയാസ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് നമ്മുടെ സന്തോഷച്ചനും, രഞ്ജുവച്ചനും, സതീഷച്ചൻ, അതുപോലെ ഷേർലി കൊച്ചമ്മ, ഇവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു സക്സസ്സും ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നദാൻകുട്ടൻ ഈ ഇവൻറ്റിൽ ഇത്രയും, അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ ഇത്രയും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആക്ടിവിറ്റി വർക്ക്ഷോപ്പ് കുട്ടിയുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വർത്തായിരുന്നു. വർത്ത് എന്ന് പറഞ്ഞാൽ 100% ഷുവറായിരുന്നു. കുറേ കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ നിങ്ങളന്ന് പറഞ്ഞു തന്ന വാക്കുകളാണ് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ അതിജീവനത്തിന് നമ്മളെ സഹായിച്ച ഒരു കുഞ്ഞു മനുഷ്യരെത്തും. അതാണ് ഈ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ നമുക്ക് ഇത് വിജയിപ്പിക്കുക എന്നതിലുപരി നമ്മൾ കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് അവരുടെ ഇന്നത്തെ നഷ്ടപ്പെട്ടു പോകാവുന്ന കാലത്തിൽ അവരെ പിടിച്ചു നിർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക. നമ്മൾ എത്ര പ്രായമായാലും, അവിടെ റിഫ്ലക്ഷൻ പറഞ്ഞപ്പോൾ ജിസ്നി പറയുകയുണ്ടായി, യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ ഏജിലല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ്. നമ്മുടെ യുവത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ വരും തലമുറയെ മോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ പ്രോസസ്സ് ക്ലിയറായി ചെയ്താൽ തന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട ലൂതറൻ സ്പേസിന് ഒരു ബിഗ് സല്യൂട്ട് തരണം. ഈ വൈബ്രൻ്റ് ആയ ഒരു ടീമിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതും ഇവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത് എൻ്റെ ലൈഫിലൊരു ഗോൾഡൻ മൊമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ എന്നും ഞാൻ കീപ്പ് ചെയ്യും. കാരണം ഇതൊക്കെ വളരെ ചെറിഷ്ഡ് മെമ്മറീസാണ്. അപ്പം ഇതിനെ ക്യാപ്ചർ ചെയ്യാനും ഇതിന് റെക്കോർഡ് ചെയ്യാനും ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിച്ച വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൈൻഡ്ലി പ്ലീസ് കോൺടാക്ട് ദം. ഓക്കെ, സീ യു, ബൈ.